ഇറാനിലുണ്ടായ ഭൂചലനത്തിൽ 7 മരണം. തുർക്കി അതിർത്തിയോട് ചേർന്ന് 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 400-ലധികം പേർക്ക് പരിക്കേറ്റു. സയേഗോസ്റ്റ് ഗ്രാമത്തിലാണ് കൂടുതൽ നാശനഷ്ടങ്ങളുണ്ടായത്. വിശദാംശങ്ങൾ കരീഷ്മ ആന്റണി നൽകും. കരീഷ്മ, എപ്പോഴാണ് ഭൂചലനമുണ്ടായത്? മരണസംഖ്യ 7-ൽ കൂടുതൽ അല്ലെങ്കിൽ 7-ൽ നിന്നും ഉയരുവാനുള്ള സാധ്യതയുണ്ടോ? അതെ ഗീസ്, 7-ൽ നിന്ന് ഉയരാനാണ് സാധ്യത. പക്ഷേ ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇറാനിൽ ഭൂചലനത്തെ തുടർന്ന് 7 പേരാണ് മരിച്ചത്. 440-ലേറെ പേർക്ക് പരിക്കുകളുണ്ട്. ഇനിയും പരിക്കുകൾ പറ്റിയവരുടെയും എണ്ണം വർദ്ധിക്കാനാണ് സാധ്യത. തുർക്കി അതിർത്തിയോട് ചേർന്നുള്ള വെസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലെ ഹോയ് നഗരത്തിലാണ് ഭൂചലനം കടുത്ത നാശനഷ്ടം വിതച്ചത്. അവിടെയാണ് നിരവധി കെട്ടിടങ്ങൾ തകർന്ന് നിരവധി പേർക്ക് പരിക്കുകൾ ഉണ്ടായിട്ടുള്ളത്. റിക്ടർ സ്കെയിൽ 5.9 തീവ്രത രേഖപ്പെടുത്തി ഭൂചലനമാണ് ഇറാനിൽ ഉണ്ടായത്. ഇറാനിൽ എപ്പോഴും ഭൂചലനം ഉണ്ടാകാൻ സാധ്യത കൂടുതലുള്ള ഒരു പ്രദേശം കൂടിയാണ്. അതുപോലെ തന്നെ ശക്തമായ ഭൂചലനത്തെ തുടർന്ന് ഈസ്റ്റ് അസർബൈജാൻ പ്രവിശ്യയിലെ തബ്രാസ് നഗരത്തിലടക്കം പ്രകമ്പനം അനുഭവപ്പെട്ടു. ഈ റിക്ടർ സ്കെയിൽ 5 തീവ്രത രേഖപ്പെടുത്തിയ സ്ഥലത്തും അതിൻ്റെ സമീപ പ്രദേശങ്ങളിലും ഭൂചലനത്തെ തുടർന്ന് പ്രകമ്പനം ഉണ്ടായതായാണ് വിവരങ്ങൾ. ഇപ്പോൾ 7 പേർ മരിച്ചതായാണ് വിവരങ്ങൾ ലഭിച്ചത്. 400-ലധികം പേർക്ക് പരിക്കുകൾ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴും അവിടെ രക്ഷാപ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. വരും മണിക്കൂറുകളിൽ കൂടുതൽ പേർക്ക് അപകടം പറ്റിയോ എന്ന വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കും. ഗീസ്, വ്യക്തമാണ്. ഇറാനിലുണ്ടായ ഭൂചലനത്തിൽ 7 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നത്. തുർക്കി അതിർത്തിയോട് ചേർന്ന് 5.9 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ 400-ലധികം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. മരണസംഖ്യ ഉയർന്നേക്കും എന്നാണ് സൂചന. കരീഷ്മ ആന്റണിയാണ് വിശദാംശങ്ങൾ നൽകിയത് ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും.